ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളം അടക്കുന്ന സംസ്ഥാനത്ത് BJPക്ക് സീറ്റ് കിട്ടണം, അതിനാണല്ലോ വിളിച്ചത്. അല്ല, ഇവരുള്ള സ്നേഹം കൊണ്ടല്ലോ. ഈ പോയ ആളുകൾ ഒരു വാക്ക് മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. പറയാനുള്ള അർജുണ്ടോ? ഒരു അർജുവില്ല. എന്നിട്ട് BJPക്കാരന്റെ ഭീഷണിയുടെ മുമ്പിൽ, സംഘപരിവാറിന്റെ ഭീഷണിയുടെ മുമ്പിൽ മാലയിട്ട് ഞെളിഞ്ഞിരുന്ന് ഞങ്ങൾ BJP ആണെന്ന് പറയാൻ കഴിയുന്ന ചില പുരോഹിതന്മാരടക്കം കേരളത്തിൽ. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ ഭരണഘടനയെ പോലും തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിട്ട് രാജിവെക്കേണ്ട ഗതികേടിലെത്തിയിട്ടുള്ള വലിയ പുള്ളിയാണ്. ഇനി എന്നിട്ടെന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഇതാണ് അവസ്ഥയും. ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ കുറച്ച് അച്ഛന്മാർ, കുറച്ച് BJP നേതാക്കന്മാർ വിളിച്ച വിരുന്നിലങ്ങ് പോയി എന്നുള്ളത്. ആദ്യം ഈ സജി ചെറിയാൻ ഒരു കാര്യം മനസ്സിലാക്കണം. BJP നേതാക്കന്മാർ എന്നതിലപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അച്ഛന്മാരെ ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് എന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു ബോധം വേണം. മറ്റൊന്ന് പറയാനുള്ളത്, കുറച്ച് അച്ഛന്മാർ പോയി എന്നല്ല, മറിച്ച് രാജ്യത്തെ സകല പ്രധാനപ്പെട്ട സഭകളുടെയും പ്രധാനപ്പെട്ട സകല പുരോഹിതന്മാരും ആ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്നൊക്കെ ഒരുക്കിയതിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. അതിൽ ഒരു വ്യക്തിയുടേതാണ് ഇപ്പോൾ പുറത്ത് ചാടിയിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലായിരുന്നോ? അതായത് കേക്ക്, മുന്തിരിങ്ങ എന്നൊക്കെ. അതായത് ഒരു വിരുന്നിലെ ഭക്ഷണം പോലും എടുത്തു പറയുക എന്നുള്ളതൊക്കെ എത്രത്തോളം നിലവാരമില്ലായ്മയാണ് എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ തന്നെ മണിപ്പൂരിനെയൊക്കെയാണ് പുരോഹിതന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തുള്ള സുബോധമുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം, മണിപ്പൂരിലുള്ളതൊക്കെ തന്നെ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണ് എന്നുള്ളത്. അതിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതേ തന്ത്രം തന്നെ കമ്മ്യൂണിസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ പയറ്റുകയാണ് എന്നുള്ളതല്ലേ മണിപ്പൂർ വിഷയത്തിലൊക്കെ മതം കലർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മണിപ്പൂരിനെയൊന്നും ഈ സജി ചെറിയാൻ പുരോഹിതന്മാരെ ഓർമ്മിപ്പിക്കേണ്ട യാതൊരു അവസ്ഥയും ഇല്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അച്ഛന്മാരെ പഠിപ്പിക്കാനൊന്നും ഈ സജി ചെറിയാൻ വളർന്നിട്ടില്ല. അത് വെറുതെ പറയുന്നതൊന്നുമല്ല. കേരളത്തിലെ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. ഈ ചെങ്ങന്നൂരിൽ എങ്ങനെയാണ് ഇദ്ദേഹം MLA ആയത് എന്നൊക്കെ ഇദ്ദേഹം ഇപ്പോൾ വിമർശിക്കുന്ന അച്ഛന്മാരുടെ സകല സപ്പോർട്ടും പിന്തുണയും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ചെങ്ങന്നൂരിൽ നിന്ന് MLA ആയതും ഇന്ന് ഈ മന്ത്രിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതൊക്കെ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഏതൊരാൾക്കും ചെങ്ങന്നൂരിലെ ഏതൊരു സാധാരണക്കാരനോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഈ 4 വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ വിരുന്നൊക്കെ ഈ പ്രധാനമന്ത്രി ഒരുക്കിയത് എന്ന്. അല്ല, ഈ പിണറായി വിജയൻ നേതൃത്വത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇഫ്താർ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത് വോട്ടിനാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ അങ്ങ് സമ്മതിച്ചതല്ലേ ഈ കേട്ടിട്ടുള്ളത്? അതായത് ഇവർ നടത്തുന്നതൊക്കെ ഇവർ വോട്ടിനാണ് എന്ന അതേ ചിന്തയിലാണ് മറ്റുള്ളവർ നടത്തുമ്പോഴും ഇവർ കരുതുന്നത്. ലോകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആഘോഷം, അതിൻ്റെ പവിത്രതയോട് കൂടിയിട്ട് അച്ഛന്മാരെ വിളിച്ചങ്ങ് നടത്തിയതാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്ത ഒരു മന്ത്രിയാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് പുരോഹിതന്മാർ ഈ BJPയിൽ അംഗത്വം എടുത്തു എന്നുള്ളത്. അല്ല, ഈ BJPക്ക് വേണ്ടി പറയുന്നു എന്ന് അല്ല. പുരോഹിതന്മാർ പിന്നെ യാതൊരു മതവുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണോ അംഗത്വം എടുക്കേണ്ടത്? അതോ ഒരു മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയിലാണോ
പുരോഹിതന്മാർ അംഗത്വം എടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സുഡാപ്പിയിലും ഒന്നും ബോധമുള്ള ഒരു പുരോഹിതന്മാരും ഒരു അംഗത്വവും എടുക്കില്ല. അതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. മതങ്ങളെ ബഹുമാനിക്കുകയും മതങ്ങളിൽ വിശ്വസിക്കുന്നവരും ഉള്ള പാർട്ടിയിലെ പുരോഹിതന്മാരൊക്കെ പോവുകയും അവർക്ക് പിന്തുണയും കൊടുക്കൂ. അതൊക്കെ ഒരു സുബോധമല്ലേ? പിന്നെ അച്ഛന്മാരെയൊന്നും ഓർമ്മിപ്പിക്കാനും അല്ലെങ്കിൽ അച്ഛന്മാരെ പഠിപ്പിക്കാനൊന്നും സജി ചെറിയാൻ ആയിട്ടില്ല എന്നുള്ളത് വരുന്ന തിരഞ്ഞെടുപ്പിൽ അച്ഛന്മാർ തന്നെ ഇവരെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും.